വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. ഒരു ധാബ സ്റ്റൈൽ ചിക്കൻ കറിയാണ്. നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാമെന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു അടിപൊളിയായിട്ടുള്ള കറി പ്രിപ്പയർ ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. സോ വിത്തൗട്ട് ഗെറ്റിംഗ് ഫർദർ ഡിലേ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ ഈ ഒരു കറി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു കുക്കർ അടുപ്പത്തേക്ക് വെച്ച് നമുക്ക് ഗ്യാസ് ഒന്ന് ഓൺ ചെയ്യാം. എന്നിട്ട് അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് കുറച്ച് കോക്കനട്ട് ഓയിലും ഗീയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഓയിൽ ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് ജീരകമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നോർമൽ ചെറിയ ജീരകമാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ജീരകം എല്ലാം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഹോൾ ഗരം മസാല ചേർത്ത് കൊടുക്കാം. കുറച്ച് പട്ട, ഗ്രാമ്പൂ, സ്റ്റാർ അനൈസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇത് വന്ന് നല്ല രീതിക്ക് റോസ്റ്റായി നല്ലൊരു ഒരു ഫ്ലേവർ വന്നതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് കൊടുത്തിട്ട് നമുക്കതിനെ നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. നല്ലപോലെ ആ എണ്ണയിൽ കിടന്ന് അതിനെ നല്ല രീതിക്കൊന്ന് സോഫ്റ്റായി വരുന്നവരെ വഴറ്റിയെടുക്കാം. പെട്ടെന്ന് ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് അതിനെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ ആ ഒരു സവാള നല്ലപോലെ വഴന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതുകൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നവരെ നമ്മൾ ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ അതൊന്ന് വഴന്ന് വന്നതിന് ശേഷം ഞാനിവിടെ ടൊമാറ്റോ പ്യൂരി അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നല്ല രീതിക്ക് മിക്സ് ചെയ്ത് ആ ഒരു ടൊമാറ്റോയുടെ ഒരു റോ ഫ്ലേവർ പോകുന്നവരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ അതിനെ മിക്സ് ചെയ്ത് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ ഒക്കെ ഇവിടെ കുക്കായിട്ട് ആ ഓയിലൊക്കെ ഒന്ന് സൈഡിൽ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ടൈമിൽ നമുക്കിതിലേക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിന് വലിയ എരിവില്ലാത്തത് കൊണ്ടാണ് ഞാൻ കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കുന്നത്. അത് മാത്രമല്ല കറിക്ക് നല്ലൊരു കളറും ഉണ്ടാവും. നിങ്ങൾ ഏത് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നതെന്നനുസരിച്ച് അതിൻ്റെ ഒരു സ്പൈസ് ലെവൽ അനുസരിച്ചിട്ട് മസാലയുടെ അളവ് നിങ്ങൾക്ക് കുറച്ചും കൂട്ടിയും കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു മസാലകളെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് അതിൻ്റെ ഒരു റോ സ്മെല്ല് പോകുന്നവരെ നമുക്ക് അതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ചിക്കൻ പീസുകൾ കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു ചിക്കൻ പീസുകളിലെല്ലാം തന്നെ ആ ഒരു മസാല കോട്ട് ചെയ്യുന്ന പോലെ നമുക്ക് നല്ലപോലെ ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് എല്ലായിടത്തേക്കും ആ ഒരു മസാല ഈവൻലി സ്പ്രെഡ് ആകുന്ന പോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ ഒരു മസാല വന്നിട്ട് എല്ലാ ചിക്കൻ പീസിലേക്കും ഈവനായിട്ട് സ്പ്രെഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പ്രഷർ കുക്കറിൻ്റെ ലിഡ് വെച്ച് ഇതിനെ ക്ലോസ് ചെയ്തിട്ട് നമുക്കൊരു 3 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. 3 വിസിൽ വരുമ്പോൾ തന്നെ ഇത് നല്ലപോലെ കുക്കായിട്ടുണ്ടാവും. ഞാനിപ്പോൾ ഇതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. ഇപ്പോൾ കുക്കറിൽ ചിക്കൻ അടുക്കി പിടിക്കുന്ന ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ 3 വിസിലൊക്കെ അടിച്ച് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ഇപ്പോൾ പ്രഷറൊക്കെ ഫുള്ളായിട്ട് പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലിഡൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ലിഡ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കണ്ടോ നമ്മൾ കുറച്ച് പോലും വെള്ളം ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ആ ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളത്തിൽ തന്നെ നമുക്ക് ഗ്രേവി നല്ല രീതിക്ക് സെറ്റായിട്ടുണ്ട്. പക്ഷേ കുറച്ചുകൂടി എനിക്ക് തിക്കായിട്ടുള്ള ഗ്രേവിയാണ് ഇഷ്ടം. വേണ്ടത് ഇതിപ്പോൾ കുറച്ച് വാട്ടറിയാണ് ഗ്രേവി. അപ്പോൾ നമ്മൾ കുറച്ച് നേരം കൂടി ഒരു 5 to 10 മിനിറ്റ്സ് വരെ കുറച്ച് നേരം കൂടി ഒരു സിമ്മറിൽ വെച്ച് നമ്മൾ തിളപ്പിച്ച് ചാറൊന്ന് കുറുക്കിയെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കത് ഫ്ലെയിമൊക്കെ ഒന്ന് ഓൺ ചെയ്ത് കുറച്ച് നേരം ഒരു 5 to 10 മിനിറ്റ്സ് നല്ലപോലെ ഒന്ന് ബോയിൽ ചെയ്തെടുത്ത് ആ ഒരു ഗ്രേവി ഒന്ന് തിക്കാക്കി എടുക്കാം. അപ്പോൾ ഇങ്ങനെ ബോയിൽ ആവുന്ന ഈ ഒരു ടൈമിൽ തന്നെ ഞാൻ കുറച്ച് പൗഡേർഡ് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഒരു എക്സ്ട്രാ ഫ്ലേവറിന് വേണ്ടിയിട്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു കുക്കറിൻ്റെ ലിഡ് വെച്ച് ഇതിനൊരു 5 മിനിറ്റ്സ് ഒന്ന് മൂടി വെച്ച് ഒരു സിമ്മറിൽ വെച്ചിട്ട് നമുക്ക് നല്ലപോലെ ബോയിൽ ചെയ്ത് ഇതിൻ്റെ ഗ്രേവി ഒന്ന് തിക്കൻ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു ലിഡ് ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ അതേ നമ്മൾ തുറന്നപ്പോൾ നമുക്ക് കാണാം കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ടുണ്ട്. നമ്മൾ ആദ്യം കണ്ടതിൽ നിന്ന് കുറച്ചുകൂടി ഒന്ന് ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി ഒന്ന് തിക്കായിട്ടുണ്ട്. നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം കുറച്ചുകൂടി തിക്നെസ് വേണോ വേണ്ടോ എന്നുള്ളത്. ഒരു മീഡിയം തിക്നെസ് ആയിട്ടേ ഉള്ളൂ. കുറച്ചുകൂടി തിക്കായിട്ടിരിക്കുന്നതാണ് ഇവിടെ ഗ്രേവി, കുറച്ചുകൂടി തിക്കായിട്ടിരിക്കുന്നതാണ് ഇവിടെ ഇഷ്ടം. അപ്പോൾ നമ്മൾ കുറച്ച് നേരം കൂടി അതിനെ ഒന്ന് ബോയിൽ ചെയ്യാനായിട്ട് വെക്കാം. ഈ ഒരു ടൈമിൽ തന്നെ ഞാൻ ഇതിലേക്ക് ഒരു ഹാൻഡ് ഫുൾ ഓഫ് കസൂരി മേത്തി കൂടി ഇങ്ങനെ ഒന്ന് കൈകൊണ്ട് നല്ലപോലെ ക്രഷ് ചെയ്തൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുകൂടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ ആൻഡ് ഒരു പ്രത്യേക ഫ്രേഗ്രൻസ് ആണ് കേട്ടോ നമ്മുടെ ഈ ഒരു ചിക്കൻ കറിക്ക് വരുന്നത്. അപ്പോൾ ഇനി ഒരു 2-3 മിനിറ്റ്സ് കൂടി ഇത് നമുക്കൊരു ഹൈ ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ ബോയിൽ ചെയ്ത് കുറച്ചുകൂടി ഒന്ന് ആ ഒരു ഗ്രേവി ഒന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഒരു 2-3 മിനിറ്റ്സ് കൂടി നമ്മൾ ബോയിൽ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗ്രേവി നല്ലപോലെ ഒന്ന് തിക്കായിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിൽ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. കാരണം ഇത് ഇരുന്ന് വരുമ്പോൾ കുറച്ചുകൂടി
കുറച്ചുകൂടി കുറുകും. ഇനി ഒരുപാട് നമ്മൾ ഡ്രൈ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും തന്നെ ഗ്രേവി ഉണ്ടാവില്ല. ഇനി നമുക്ക് ഈ ഒരു കുക്കർ ഒന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ്സ് നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് ഇങ്ങനെ ഒന്ന് അടച്ച് വെച്ചിരിക്കാം ഒരു 10 മിനിറ്റ്സ് നേരം. ആ ഒരു ഫ്ലേവർ ഫുള്ളായിട്ട് ആ ഒരു കറിയിൽ ഫുള്ളായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 10 മിനിറ്റ്സിന് ശേഷം നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു 10 മിനിറ്റ്സിന് ശേഷം നമ്മൾ ഇതേ കുക്കറൊക്കെ ഓപ്പൺ ചെയ്ത് ഒരു ബോളിലേക്ക് കറി സെർവ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി ധാബ സ്റ്റൈൽ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഉള്ളൊരു ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റിൽ പറയാനായിട്ട് മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.